എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഒരു ചെറിയ ഓണപരിപാടിയായിട്ട് ഞാൻ ഇത്തിരി ഒന്ന് ബ്രേക്ക് എടുത്തു. ഒന്ന് രണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ലൈവ് അപ്ഡേറ്റിൽ രമ്യ നമ്പീശൻ വന്നിട്ടുണ്ട്. അവിടെ എല്ലാവരും ആഘോഷിക്കുകയാണ്. ഇനി എന്തായാലും രമ്യ നമ്പീശൻ പോകുന്നിടം വരെ വലിയൊരു കോണ്ടന്റ് അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ നമുക്ക് മസ്താനിയെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. മസ്താനി ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ ആ മിഷേലിനെ പോലെ ലാലേട്ടൻ പിടിച്ച് പുറത്താക്കാനുള്ള ഒരു സാധ്യത ഞാൻ മസ്താനിയിൽ കാണുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, മസ്താനി പറഞ്ഞ രേണു സുധിയെ കുറിച്ചുള്ള ആ ഒരു സുധിച്ചേട്ടൻ ആ വിഷയം. ശരിക്കും മസ്താനി രേണു സുധിയെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഈ പുറത്ത് ഇന്റർവ്യൂ ചെയ്ത പുറത്തെ കാര്യങ്ങൾ എടുത്ത് വീട്ടിനകത്ത് കൊണ്ടുവന്നൊരു വിഷയമാക്കാൻ പാടില്ല എന്നൊരു റൂള് അവിടെ മസ്താനി ബ്രേക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പുറത്ത് നിന്ന് ഇവരുടെ ഈ ലൈവൊക്കെ കണ്ടതിന് ശേഷം ആ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളൊക്കെ ആകാം. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തത് ഇങ്ങനെ വന്നു, ഇങ്ങനെ ആൾക്കാർ സംസാരിക്കുന്നു, അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഇവിടെ പറയാൻ പാടില്ല. ശരിക്കും ഈ വന്ന 5 പേരിൽ മസ്താനി അവിടെ വന്നതിൽ ഏറ്റവും നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയത് വേദലക്ഷ്മിയാണ്. വേദലക്ഷ്മി ശരിക്കും പറഞ്ഞാൽ ഇത്ര ഓവർ ആക്കണോ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇവള് മിക്കവാറും ഉടനെ അടികിട്ടി പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയാം, ഇവരിങ്ങനെ ട്രിഗർ ചെയ്ത് കളിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ആൾക്കാരെല്ലാവരും വേദലക്ഷ്മിയെ ശ്രദ്ധിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഷാനവാസിന് നല്ലൊരു കോംബോ കിട്ടുന്നുണ്ട്. ഷാനവാസ് ഈ പറയുന്ന ജിസേൽ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആ ലെവലിൽ നിന്ന് ഷാനവാസ് നല്ലൊരു ഗെയിമിലേക്ക് മാറാനുള്ള സാധ്യത വേദലക്ഷ്മി ആയിട്ട് ഒരുക്കുന്നുണ്ട്. പക്ഷെ മസ്താനിക്ക് പണി കിട്ടാൻ പോകുന്നത്, മസ്താനി ആര്യനും ജിസേലും തമ്മിൽ ഒന്നിച്ചു കിടന്ന് ഉറങ്ങിയ ആ ഒരു കോണ്ടന്റ്, അത് പുറത്ത് ശരിക്കും പറഞ്ഞാൽ അത് ആൾക്കാർ അത്രയധികം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കും അറിയത്തില്ല. ശരിക്കും അവർ തമ്മിൽ ഒന്നിച്ചു കിടന്ന് ഉറങ്ങുന്നത് ഒരു ഗോസിപ്പിനുള്ള വക അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവര് ബെഡ്ഷീറ്റൊക്കെ മൊത്തത്തിൽ മൂടിക്കിടന്ന്, റെന ഫാത്തിമയും ഇതിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അവര് ഹൊറർ സ്റ്റോറീസ് ഒക്കെയാണ് പറഞ്ഞത്. ഷാനവാസ് മോശമായി നോക്കി നിന്നു. ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് ഹൗസിനകത്ത് തന്നെ നടന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വെറും ചീപ്പായിട്ടുള്ള, അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും നമ്മൾ റിഗ്രസീവ് ആയിട്ട് അതേ കണക്ക് ഒരുമാതിരി പണ്ടത്തെ ആൾക്കാരുടെ ചിന്ത വെച്ചിട്ട് പറയണ്ടല്ലോ എന്നൊക്കെ കരുതി, അല്ലെങ്കിൽ ഇത്രയും ചീപ്പായിട്ടുള്ള ഒരു കാര്യം പറയണ്ടല്ലോ എന്ന് കരുതി നമുക്ക് കുറെ പേർക്ക് നെഗ്ലക്ട് ചെയ്യാറുമുണ്ട്. പക്ഷെ ഇത് ഈ മസ്താനി വന്നിട്ട് അവർ തമ്മിൽ ഒന്നിച്ചു കിടന്ന് ഉറങ്ങിയ കാര്യം എടുത്തിടുന്നുണ്ട്. അത് കിട്ടുന്നത് ഷാനവാസിനും അനുമോൾക്കും ഒക്കെ തന്നെയാണ്. അനുമോൾ അപ്പോൾ ഈ ജയിലിൽ വെച്ചിട്ട് മറ്റേ ജിസേൽ പറയുന്നുണ്ടല്ലോ, ആര്യനുമായിട്ട് നിനക്കൊരു ലവ് ട്രാക്ക് പിടിക്കാനൊരു ഉദ്ദേശം ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതും ഈ മസ്താനി പറഞ്ഞ ജിസേലും ആര്യനും ഒന്നിച്ച് ബെഡിൽ കയറി കിടന്നതും ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും അവർക്ക് അതൊന്ന് ട്രിഗർ ആകാൻ, അല്ലെങ്കിൽ അവർക്കൊരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ പറഞ്ഞാൽ ഈ വന്നിരിക്കുന്ന 5 പേരും, അവർക്ക് 5 പേർക്കും കുറച്ച് പേഴ്സ്പെക്റ്റീവ് ഒക്കെ ഉണ്ട്. പക്ഷെ ആ പേഴ്സ്പെക്റ്റീവ് ഇവിടെ ആരുടെയും വർക്കൗട്ട് ആകില്ല എന്നുള്ളത് മനസ്സിലായി. കാരണം പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്കൊക്കെ രേണു സുധിതോ വെറുതെ ഇരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അനുമോൾ ഏത് നേരം കരച്ചിലാണ്, നൂറയൊന്നും മിണ്ടുന്നില്ല, ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങളുണ്ട്. പക്ഷേ നിമിഷ നേരം കൊണ്ട് എല്ലാ കാര്യങ്ങളും മാറി മറിയുന്ന, നമുക്കൊന്നും പ്ലാൻ ചെയ്ത് ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥലമാണ് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത്. ഇപ്പം ഈ പറയുന്ന ഞാൻ ഇത്രയൊക്കെ റിവ്യൂ പറയുന്നു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നു, പല കമന്റ്സും ഉണ്ട്. നിങ്ങൾ എന്നാ ബിഗ് ബോസ് ഹൗസിലേക്ക് പോ, അല്ലെങ്കിൽ അടുത്ത സീസണിൽ നിങ്ങൾ പോണേ, നിങ്ങൾ പറയുന്നുണ്ട്. ഒരിക്കലും പറ്റത്തില്ല കേട്ടോ. കാരണം വെച്ചാൽ പുറമേ നിന്ന് കാണുന്ന കണക്കോ വിലയിരുത്തുന്ന കണക്കോ അല്ല അതിനകത്ത് ബിന്നിയൊക്കെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കുന്നുണ്ട്, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഈ വൈൽഡ് കാർഡ് എൻട്രി വന്നപ്പോഴത്തേക്കും ബിന്നിക്ക് പേടി തുടങ്ങിയിട്ടുണ്ട്. ബിന്നിയൊക്കെ എന്ന് പറയുന്നത് ഇപ്പൊ നടത്തുന്ന സ്റ്റാൻഡ്, ഓക്കെ താൻ ഡിപ്ലോമാറ്റിക് ആണെന്ന് അവിടെ പുറത്ത് പറയുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ട് കുറച്ചധികം അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റാൻഡ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. നെവിന് ആ ഒരു ടീമിനകത്ത്, അതായത് ജിസേലിന്റെ ടീമിനകത്ത് താൻ ഉണ്ട് എന്നുള്ളത് നെവിനോട് അടുത്ത് വന്ന് ജിഷിൻ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പലരും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ നെവിന്റെ പെരുമാറ്റത്തിൽ കുറെ അധികം വൾഗാരിറ്റി ഉണ്ടെന്നുള്ളത് നെവിന് തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇതൊക്കെ അനുസരിച്ച് അനുമോളോട് പോയി ഒട്ടുന്നുണ്ട്. അനുമോൾക്ക് വന്ന 5 പേർക്കും അനുമോളോട് ഒരു പ്രത്യേക ഇഷ്ടമുള്ളതായിട്ട് തോന്നി നെവിൻ പോയി അനുമോളോട് ഒട്ടുന്നുണ്ട്. അങ്ങനെ ഈ വന്ന 5 പേരും എന്താണോ ചെയ്യുന്നത്, വന്ന 5 പേരും ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ മനസ്സിലാക്കി ഒരു വലിയ ഡിസ്കഷൻസ് അവിടെ ഇവിടെയായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നുണ്ട്. പക്ഷെ വന്നതിൽ എല്ലാവരും ഹാപ്പി ആയിട്ട് കാണുന്നത്, അതായത് ഈ 5 പേര് വന്നപ്പോൾ കുറച്ചും കൂടെ സ്ട്രെങ്ത് ആയിട്ടും കുറച്ചുകൂടെ കോൺഫിഡൻസും കൂടിയത് ആദില, നൂറ, അനുമോള് ആ ഒരു ഗ്രൂപ്പിനകത്താണ്, ശൈത്യ ഒഴിച്ച്. ശൈത്യയെ സംബന്ധിച്ചിടത്തോളം ശൈത്യയുടെ കാര്യം എടുത്തു പറയേണ്ട കാര്യമാണ്. ശൈത്യ വെറും ഒരു വിഷപ്പാമ്പാണ്, വിഷം മാത്രമേ ഉള്ളൂ എന്നുള്ളത് ശൈത്യക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ. കാരണം അനുമോള് നന്നായിട്ട് പറയുന്നുണ്ട് ശൈത്യനെ.
അതായത് പല തവണയായിട്ട് നീ ഇപ്പം പല ഗ്രൂപ്പിനകത്താണ്, ഒരു വെള്ളത്തിലല്ല കാല് വെക്കുന്നത്, പല വള്ളത്തിലാണ് നീ കാല് വെക്കുന്നത്, നീ എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യും കേട്ടോ എന്നൊക്കെ ആക്കി പറഞ്ഞ് ശൈത്യ വെറും പാഴാണെന്ന് ശൈത്യക്ക് തന്നെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ, അതായത് ഒന്ന് ആക്റ്റീവ് ആകാൻ പറഞ്ഞപ്പോൾ ഭയങ്കര കള്ളത്തരമാണ്. ശൈത്യയുടെ കയ്യിൽ കുറെ കള്ളത്തരമുണ്ട്. ഏത് വിധേനയും ആരെ ഇങ്ങനെ ചെയ്തിട്ടാണെങ്കിലും താൻ കുറച്ച് നല്ലയാണ്, കേമിയാണ്, ആരുടെ കൂടെ വേണമെങ്കിലും നിൽക്കും, ആ ഒരു ലെവലിലൊരു വ്യക്തിയാണ്. അപ്പൊ ശൈത്യക്ക് ജിസേല് ഒരു പെർഫ്യൂം ഒക്കെ കൊടുത്ത് ഭയങ്കരമായിട്ട് കൂടെ നിർത്തുന്നുണ്ട്. അനുമോളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം ജിസേല് സൂപ്പർ ആണെന്ന് ശൈത്യ അങ്ങനെ പറയും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്നുവെച്ചാൽ ശൈത്യ വിചാരിക്കുന്നത് എന്തോ എല്ലാ ഗ്രൂപ്പിലും നിൽക്കുക എന്ന് പറയുമ്പോൾ ഗ്രൂപ്പിസം ഇല്ലല്ലോ എന്നാണ് ശൈത്യ വിചാരിക്കുന്നത്. പക്ഷെ പുറത്ത് ശൈത്യക്ക് ഭയങ്കര നെഗറ്റീവ് ആണെന്നുള്ളത് ശൈത്യ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഈവൻ ആ ഒരു വാക്ക് പ്രവീണാണ് പറഞ്ഞത്. നന്നായിട്ട് ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ശൈത്യ. ആ ഒരു പേര് വെച്ചിട്ട് തന്നെയാണ് ശൈത്യക്ക് നോമിനേഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ വന്നിട്ടുള്ള എല്ലാവരും നടത്തുന്ന ഒരു പുകില് ഇത് കണ്ടിട്ട് ഇനി എങ്ങനെ പുതിയ ഗെയിം ക്രിയേറ്റ് ചെയ്യാം എന്ന് കരുതിയിരിക്കുകയാണ്. ഇതിൽ അനീഷ് വളരെ നല്ലൊരു സ്ട്രാറ്റജി ഒക്കെ എടുത്ത് വന്ന് കയറിയിട്ട്, ആ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആയിരുന്നു അനീഷിൻ്റെത്. പക്ഷെ ആരും ഒട്ടും ഒറ്റപ്പെടുത്തുന്നുമില്ല. ഒറ്റപ്പെടുത്തിയപ്പോൾ എല്ലാവരും ശരിക്കും ഒറ്റപ്പെടുത്തിയ ഒരു മൊമെന്റ് ഒരു ദിവസം ഉണ്ടായി. അതിനുശേഷം അനീഷ് അങ്ങ് പേടിച്ച്, അയ്യോ ഞാൻ ആകെ ഒറ്റപ്പെട്ടു, ഈ ഗ്രൂപ്പിലുള്ള ഈ വീട്ടിലുള്ള എല്ലാവരും എന്നെയാണ് പ്രശ്നക്കാരനായിട്ട് കാണുന്നതെന്ന് കണ്ടതിന് ശേഷം അനീഷ് അങ്ങ് ഗെയിമേ മറന്നുപോയി. അനീഷ് റിയൽ ആയിട്ട് അവിടെ നിൽക്കാൻ തുടങ്ങി. അനീഷ് ശരിക്കും പറഞ്ഞാൽ ഒരു പാവം മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അനീഷിന് ഇപ്പൊ ഗെയിം കളിക്കാനും അറിയത്തില്ല, ഒന്നുമില്ല. അനീഷിന്റെ ചിട്ടകളൊക്കെ അവിടെ ചെയ്യാണ്. അതൊരു ഡിസിപ്ലിൻ ലൈഫാണ്, അത് അങ്ങനെ തന്നെ കാണിക്കുകയാണ്. എന്തായാലും ഈ വൈൽഡ് കാർഡ് വരുമ്പോൾ ഒരു കോലാഹലം ഉണ്ടാകും എന്നുള്ളത് സത്യമാണ്. ആ കോലാഹലം വീട്ടിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു 2-3 ദിവസത്തിനകത്ത് ഈ വന്നു കയറിയ 5 പേരും ഈ ഉള്ള 15 പേരെ പോലെ തന്നെ ബിഹേവ് ചെയ്യാനാണ് സാധ്യത. പിന്നെ ഏറ്റവും കൂടുതൽ മോശമായിട്ട് ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുവന്നത്, ഇപ്പൊ റെന ഫാത്തിമയേക്കാൾ കൂടുതൽ പ്രശ്നക്കാരൻ എന്നുള്ള രീതിയിൽ പോകുന്നത് ആര്യനാണ്. ആര്യൻ ഇപ്പോൾ ഓരോ ദിവസവും, ഇപ്പൊ ഇന്ന് രാവിലെ ലൈവിൽ തന്നെ ആപ്പിളിന്റെ മോഷണം, അത് തന്നെ ഇപ്പൊ ഷാനവാസിനെ ഭ്രാന്ത് പിടിപ്പിക്കുകയാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് എന്തായാലും ഇതോടുകൂടി ആ ജിസേലിൽ നിന്നൊന്ന് വിട്ടുനിന്ന് ഷാനവാസ് കളിക്കുകയാണെങ്കിൽ, ചുമ്മാ ജിസേലിന്റെ പിന്നാലെ നടക്കാതെ നന്നായിട്ട് ഗെയിം കളിക്കുകയാണെങ്കിൽ, ഒനീല് അബി ഇവരൊക്കെ ഒന്ന് തള്ളിക്കളഞ്ഞ് ഗെയിം കളിക്കുകയാണെങ്കിൽ ഷാനവാസ് എന്ന് പറഞ്ഞൊരു നല്ല ഗെയിമറെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം എല്ലാവരും ഷാനവാസിനെ അവിടെ ടാർഗറ്റ് ചെയ്യുന്ന പോലെയാണ് ഷാനവാസ് തന്നെ കരുതുന്നത്. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ടുള്ള ഗെയിമുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ ഇനി അങ്ങോട്ട് ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. പക്ഷേ 2 ദിവസം അല്ലെങ്കിൽ 2 ദിവസം ആയില്ല, ഒരു ദിവസം അങ്ങാണ്ടാണ്, കുറച്ചൊരു ഇടവേളയിൽ ഞാൻ കുറച്ചൊന്ന് മിസ്സായി പോയി. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഓണായി വരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ സീരിയൽ ഗ്രാൻഡ്മ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പോയിച്ചും വരാം. ബൈ.